കൃഷ്ണ. ഇനി ഞാൻ അമ്പലത്തേക്ക് വലിയ ഒരു പണിക്കിന് കാണാൻ ഞാനില്ല കേട്ടാ. നടന്നു വയ്യാണ്ടായി. ഏയ് നമ്മുടെ ജോത്സരെ ഞങ്ങൾ ജോത്സരെ അന്വേഷിച്ചാ വരണേ. വീട്ടിലേക്ക് തിരിഞ്ഞപ്പോ ഒരു പാർട്ടി പറഞ്ഞു ജോത്സര് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോ ജോത്സരെ കണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഇവിടെ വെച്ച് പറ്റില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ വീട്ടിലേക്ക് വരിക. ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. ഇതന്നെ നമ്മളെ ആ തിരുമേനിയുടെ വീട്. ആ, ഞാനില്ല കേട്ടാ. എന്താ ഇവിടെ മരം വന്നിട്ട് എവിടെന്നാ നിങ്ങള്? ഞങ്ങള് ജോത്സരെ കാണാൻ വന്നതാ. ക്ഷേത്രത്തെ വെച്ച് കണ്ടു. ആള് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. ആള് ഇവിടെ ഉണ്ടാ? ആളുണ്ട്, അകത്താണ്. ചെറിയൊരു പരിപാടിയിലാണ്. കയറിയിരിക്കും എല്ലാവരും. ആയിക്കോട്ടെ. ആ, എത്തിയില്ലേ? അത്തരം കാര്യങ്ങളൊന്നും അവിടെ നിന്ന് പറയാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമില്ല. ആ, ഇനി കാര്യങ്ങൾ അത് വിശദാക്കി പറയാ. ഇവൻ എനിക്കൊരു മോനുള്ളോ. ഇവൻ കൂട്ടുകാരനാ. കുറെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരൊക്കെ കല്യാണം കഴിഞ്ഞു. ഇവന്റെ തന്നെ 3 കുട്ടികളായി. കുറെ കാലങ്ങളെ അന്വേഷിച്ചു തുടങ്ങിയിട്ട് ഒന്നും നടക്കണില്ല. അതേ കുറിച്ചൊന്നും അറിയണം എന്താണെന്ന്. ഇതിപ്പോ കബഡി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നാളുകൊണ്ട് അങ്ങോട്ട് നോക്കാം. ആയിക്കോട്ടെ. വസുദേവ, ആ പൂജാ റൂമിൽ നിന്ന് ആ പുസ്തകം എടുക്കുക. ആ പുഷ്പങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടില്ലേ? എവിടെ നിൽക്കുക? അപ്പൊ മകന്റെ പേരും നാളും പറയാ. പേര് രഘു, നാള് മൂലം. മൂലം, നാള് രഘു. ഹോമം വേണ്ടിവരും. ആയിക്കോട്ടെ. നല്ല തടസ്സങ്ങളാ കാണിക്കുന്നത്. ഹോമം തീർച്ചയായും വേണം. ആയിക്കോട്ടെ. തിരുമേനി, നമുക്ക് ഈ കാശ് ചെലവ് കുറച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് തടസ്സങ്ങളൊന്നും മാറ്റാൻ പറ്റുമോ? പണച്ചെലവിന്റെ കാര്യമാണെങ്കിൽ നാളെ ഒരു 20 വയസ്സായ പെൺകുട്ടീനെ പിടിക്കുന്നുണ്ട്. എന്തുട്ട് തിരുമേനി പറയണത്? 20 വയസ്സായ പെൺകുട്ടിയെ പിടിക്കേ? ഇത് താൻ പറഞ്ഞ പിടുത്തല്ലടോ. ഇത് 20 വയസ്സായ ഒരു കുട്ടീനെ നാളെ ആവായിക്കുണ്ട്. അത് കുടത്തിലാക്കുന്നുണ്ട്. നിങ്ങക്ക് ചെലവുറവിലാണല്ലോ വേണ്ടത്. അപ്പോ നിങ്ങൾക്ക് ചെലവുറവിലും കിട്ടി, എനിക്ക് ചെലവിന് കുറച്ച് കാശും കിട്ടി. എന്താ അത് തരപ്പെടുകയാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 1100 രൂപ വയ്ക്കുക. എന്നാ